السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. أيا صانم العيد الذي صف حوله صناديد من وفد بعيد ومن قرب تنكست مقلوبا فما ذاك قل لنا فمن حزننا قد درت العير بالصحب. മങ്കൂസ് മൗലിദിലെ ബൈത്താണ്. ഇത് ഷിർക്ക് പ്രചരിപ്പിക്കുകയാണ്, ആളുകളെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുകയാണ്, പള്ളിയിലിരുന്നു കൊണ്ട് ഷിർക്കിൻ്റെ വാചകങ്ങൾ ഉരുവിടുകയാണ്, പാടില്ലാത്തതാണ് എന്ന് മങ്കൂസ് മൗലിദിനെ കുറിച്ച് വല്ലാതെ തെറ്റിദ്ധരിച്ച, അദ്ദേഹം ചെറിയ നിലക്കൊന്നും അല്ല തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, വല്ലാതെ തെറ്റിദ്ധരിച്ച ഒരു മൗലവി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കുറച്ച് പഴയതാണ്, ഇപ്പോഴും അത് റബീഉൽ അവ്വൽ ആയപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി പറയൽ ആവശ്യമാണെന്ന് തോന്നി. ആദ്യം അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേൾക്കാം. أيا صانم العيد الذي صف حوله صناديد من وفد بعيد ومن قرب. മക്കത്തെ മുശ്രിക്കുകളുടെ നേതാവായിരുന്നു ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്. ആ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്നും അവരുടെ ഉത്സവപ്പറമ്പിൽ വിഗ്രഹങ്ങൾ കുറേ ഉണ്ട്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്ത ഉസ്സ മനാത്ത പലരുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ വിഗ്രഹം ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ്. എന്നും കുത്തനെ നിൽക്കുന്ന വിഗ്രഹം മറിഞ്ഞു കിടക്കുകയാണ്. ആ മറിഞ്ഞു കിടക്കുന്ന വിഗ്രഹത്തെ പിടിച്ച് എണീപ്പിച്ച് നിർത്തി. പക്ഷെ നിർത്തിയിട്ട് നിൽക്കണില്ല, വീണ്ടും പിടിച്ചെണീപ്പിച്ച് നിർത്തി. ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന മുശ്രിക്ക് വീഴുന്നില്ല, അല്ല നിൽക്കുന്നില്ല, വീണുകൊണ്ടേയിരിക്കുന്നു. സങ്കടം സഹിക്കുന്നില്ല. എന്താ വിഗ്രഹം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്? അതിന്റെ മുമ്പിലല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിങ്ങനെ വീഴുക. അപ്പൊ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഉസ്മാൻ പാടുക. ഈ മുശ്രിക്ക് പാടാണ്. എന്താ പാട്ട്? അല്ലയോ ഉത്സവ പറമ്പിലെ വിഗ്രഹമേ, അല്ലയോ ഉത്സവ സ്ഥലത്തെ വിഗ്രഹമേ, നിന്റെ ചുറ്റുമല്ലേ വിദൂര സ്ഥലങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾ കൂടി നിൽക്കുന്നത്? നീയല്ലേ മറിഞ്ഞു കിടക്കുന്നത്? വിഗ്രഹമേ എന്നോടൊന്ന് പറയൂ, നീ എന്തിനാ വീണ് കിടക്കുന്നത്? വിഗ്രഹമേ നീ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് സഹിക്കവയ്യാതെ ഞാൻ കരയുകയാണ്. കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണീരിലൂടെ ഒട്ടകങ്ങൾ ചുമക്കുന്ന ചരക്ക് ചുമക്കുന്ന ഒട്ടകങ്ങൾ കൂടി ഒലിച്ചു പോകാറായിട്ടുണ്ട്. അത്രക്ക് വിഗ്രഹങ്ങളെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. أيا صنم العيد الذي صف حوله صناديد من وفد بعيد ومن قرب تنكست مقلوبا فما ذاك قل لنا فمن حزننا قد دارت العير بالصحب فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي عن الذنب وإن كنت مغلوبا ونكست صغيرا فما أنت في الأوثان بسيد الربي. മങ്കൂസ് മൗലിദിൽ ഷിർക്കിൻ്റെ വരികളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മൗലവി കൊണ്ടുവന്ന വരികൾ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ സാഹചര്യം? ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്നവർ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുകയില്ല. ഇത് മൊത്തത്തിൽ മൗലിദിനെ കുറിച്ച് മൗലവി ഒരു തെറ്റിദ്ധാരണയിൽ എത്തുകയും ആ തെറ്റിദ്ധാരണയിലേക്ക് അദ്ദേഹം വിശ്വസിച്ച ആ വിശ്വാസത്തിലേക്ക്, മൗലിദിലൊക്കെ ഷിർക്കുണ്ട് എന്നാണല്ലോ മൗലവി വിശ്വസിച്ചിരിക്കുന്നത്, ആ വിശ്വാസത്തിലേക്ക് ഈ വരിയെ കൂടി കൊണ്ടെത്തിക്കുകയാണ്, അതിനുവേണ്ടി ശ്രമിക്കുകയാണ് മൗലവി ചെയ്തത്. അത്യധികം അപകടകരമായ പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ നേതാവ്. ആ പ്രയോഗം തന്നെ അത്യധികം അപകടകരമാണ്. എന്തുകൊണ്ട്? ഒരു മുഅ്മിനായ വ്യക്തിയെ അദ്ദേഹം മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞ വ്യക്തി കുഫറിൽ എത്തിപ്പെടാൻ വരെ സാധ്യതയുള്ള ആ ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് ആരാണ്? വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന മഹാൻ, അവരൊക്കെ ഉൾക്കൊള്ളുന്ന 4 അംഗ സംഘം, അവരൊക്കെ
തൻ്റെ നാടിനെയും നാട്ടുകാരെയും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടവരാണ്. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ നാട്ടുകാർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ട് ശരിയല്ല, തെറ്റായ മാർഗത്തിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അവരുടെ പ്രശ്നം? അവർ ബിംബാരാധകരാണ്. അപ്പൊ ബിംബാരാധകരായ തൻ്റെ നാട്ടുകാരുടെ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞ് തൻ്റെ നാടിനെയും നാട്ടുകാരെയും കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ ഒഴിവാക്കിയിട്ട് സത്യത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട 4 അംഗ സംഘത്തിലെ ഒരു മഹാനാണ് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന് പറയുന്നവർ. എന്താണ് അവർ പറഞ്ഞത്? നമ്മുടെ നാട്ടുകാരുടെ ആചാരവും അനുഷ്ഠാനങ്ങളും വിശ്വാസവും ശരിയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്താണ് സത്യമായ ശരീഅത്ത്. അതിനെ പരിപൂർണമായി നമുക്ക് പഠിച്ചെടുക്കേണ്ടതും അംഗീകരിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ആ യാത്രക്ക് ഇടയിൽ ഒരു ദിവസമാണ് എന്താകുന്നത്? ഇങ്ങനെ മക്ക മുശ്രിക്കുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ബിംബങ്ങളുടെ അടുത്ത് ഒരുമിച്ച് കൂടി ആഘോഷം കൊണ്ടാടുന്ന ആ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നതും അവിടെ ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുന്നതും. ആ അത്ഭുതം സംഭവിക്കുമ്പോൾ എന്താണ് അത്ഭുതം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ബിംബങ്ങൾ തലകുത്തി വീഴുന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ ചരിത്രത്തെ ഇവിടെ കൊണ്ടുവരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനാണ്. എന്താണ് ബിംബം തലകുത്തി വീഴുന്നതിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ അത്ഭുതമാണ് ബിംബം തലകുത്തി വീഴുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും മൗലിദും തന്നെയാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ആ ഒരു സാഹചര്യം, ബിംബം തലകുത്തി വീഴുന്ന സാഹചര്യം ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന രംഗമാണ് അവിടെ കാണുന്നത്. എന്താണ്? ബിംബം തലകുത്തി വീഴുന്നു, വീണ്ടും അവർ അതിനെ നിവർത്തി നിർത്തുന്നു, വീണ്ടും വീഴുന്നു, അതേപോലെ പിന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ഇങ്ങനെ പല ആവർത്തി ചെയ്യുന്നു. ബിംബം നിലക്ക് നിൽക്കുന്നില്ല. അപ്പോ അവിടെ കൂടിയവരെയൊക്കെ ഈ ബിംബത്തിന് ഒരു കഴിവും ഇല്ല, ഇത് റബ്ബല്ല, ഇത് ഇലാഹ് അല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താനാണ് ആ സാഹചര്യത്തെ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് ഉപയോഗപ്പെടുത്തുന്നത്. മൗലവി പറഞ്ഞതുപോലെ ബിംബത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ബിംബത്തെ വിളിച്ച് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നടത്തുകയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു സങ്കടം പറച്ചലോ അല്ല, മറിച്ച് ഇതിനൊരു കഴിവുമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനം മാത്രമാണ്. എന്താണ് പറയുന്നത്? ഓ ബിംബമേ, നിന്റെ മുന്നിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അടുത്തുള്ളവരുമുണ്ട്, ദൂരത്തു നിന്നുള്ളവരുമുണ്ട്. നീയാണെങ്കിലോ ശരിക്കൊന്ന് നിൽക്കാൻ പോലും കഴിയാതെ വീണുകൊണ്ടിരിക്കുന്നു. നീ വീണുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകാരനാണോ? എങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് മാറിക്കൊള്ളാം. അല്ല, നിനക്ക് സ്വയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിവില്ലേ? നീ സ്വയം വീണുകൊണ്ടിരിക്കുകയാണോ? വേറെ ഒരു പ്രശ്നമില്ലേ? എങ്കിൽ നീ എന്ത് റബ്ബാണ്? നീ എന്ത് ഇലാഹാണ്? നീ റബ്ബല്ല, നീ ഇലാഹ് അല്ല, നിനക്കൊരു കഴിവും ഇല്ല. യഥാർത്ഥമായ റബ്ബ് അല്ലാഹുവാണ് എന്ന സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തെ ഒന്നും മനസ്സിലാക്കാതെ ഈ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് ബിംബത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ബിംബത്തോട് സങ്കടം പറയുന്നു എന്ന് മൗലവി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്ര വലിയ സങ്കടകരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത്രയും നല്ല ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ട്, ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വിശ്വാസം ശരിയല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കുറച്ചു മാത്രം കട്ട് ചെയ്തുകൊണ്ട്, കുറച്ചു മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ആരാണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ശിർക്കുണ്ട്, മുശ്രിക്കാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? എന്നാൽ ഇവിടെ മറ്റൊന്നുകൂടെ നമുക്ക് കൂട്ടി വായിക്കാം. എന്താണത്? ഇങ്ങനെ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്നവർ ചെയ്ത ആ ഒരു ശൈലി, ആ ഒരു പ്രയോഗം അങ്ങനെ ചെയ്യാമോ? ബിംബത്തെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ, പിന്നെ ഒരു നാടകം അത് നടത്താമോ? അത് കൃത്യമായി ചെയ്യാവുന്നതാണ്. അതിന് വല്ല തെളിവും ഉണ്ടോ? ഉണ്ട്. എവിടെയാണ്? പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഈ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് ആരുടെ ശരീഅത്താണ് ശരി എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടത്? ആരുടെ ശരീഅത്താണ് ശരി എന്നാണ് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്ത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
തൻ്റെ സമുദായത്തെ ഹക്കായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ പല ഹിക്മത്തുകളിൽ ഒരു ഹിക്മത്ത് ഇങ്ങനെയായിരുന്നു. എല്ലാവരോടും കുറെ വാത് പറഞ്ഞു നോക്കി, എല്ലാവരോടും കുറെ ഉപദേശിച്ചു നോക്കി, എല്ലാം തിരിഞ്ഞു പോവുകയാണ്, സത്യത്തിലേക്ക് അടുക്കുന്നില്ല. അങ്ങനെ തിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ബിംബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അവർ കൂട്ടിവെച്ചിരിക്കുന്ന ബിംബങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്, ഒരു സംസാരം. സൂറത്തു സ്വാഫാത്ത് 91-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നതായി കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فراغ إلى آلهتهم فقال ألا تأكلون ما لكم لا تنطقون. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് വഅദ് പറഞ്ഞു നോക്കി, അംഗീകരിക്കുന്നില്ല, എല്ലാം തിരിഞ്ഞു പോവുകയാണ്, സത്യത്തിലേക്ക് അടുക്കുന്നില്ല. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഐഡിയ, ഒരു നാടകം നടത്തുകയാണ്. എന്താണത്? അവിടെ അതാ കൂടി നിന്നിരുന്ന, അവിടെ അവർ ഒരുമിച്ച് കൂട്ടി വെച്ച ആ ബിംബങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് എങ്ങനെ സംസാരിക്കുകയാണ്? ബിംബങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. ഫറാഗ ഇലാ ആലിഹതിഹിം, അവരുടെ ബിംബങ്ങളിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിയുന്നു. ഫഖാൽ, അവരോടായി ചോദിക്കുന്നു, ബിംബങ്ങളോടായി ചോദിക്കുന്നു, അലാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? ആരോടാ ചോദിക്കുന്നത്? ബിംബങ്ങളോട്. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഇതാ കുറെ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അലാ തഅകുലൂൻ, ബിംബങ്ങളെ നിങ്ങൾ എന്തേ ഭക്ഷിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഒന്നും വരൂലല്ലോ. മറുപടി വരാത്തപ്പോ ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണോ? അല്ലല്ലോ. മാലക്കും ലാ തൻതിഖൂൻ, നിങ്ങൾക്ക് എന്തേ പറ്റിയത്? എന്തേ നിങ്ങൾ സംസാരിക്കാത്തത്? നിങ്ങൾ പൊതുവെ സംസാരിക്കുന്നില്ലെങ്കിലും ഈ ഒരു ചോദ്യത്തിനെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞൂടെ? എന്തേ മറുപടി പറയാത്തത് എന്ന് ബിംബത്തോട് നേരിട്ട് സംസാരിക്കുന്നു. എന്തേ നിങ്ങൾ ഭക്ഷിക്കാത്തത് എന്ന് ഒന്നിനും കഴിവില്ലാത്ത ബിംബത്തോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നു. എന്തിനാണത് ബിംബത്തോട് സംസാരിച്ചത്? അവിടെ കൂടിയ ജനങ്ങൾ സത്യം മനസ്സിലാക്കണം. ഈ ബിംബങ്ങളൊന്നും കഴിയാത്തവരാണ്. യഥാർത്ഥമായ സൃഷ്ടാവ് റബ്ബ്, ഇലാഹ് അല്ലാഹു ആണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഈ ഒരു ശൈലി തന്നെയാണ് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന് പറയുന്ന വ്യക്തിയും കൊണ്ടുവന്നത്. അല്ലാതെ അദ്ദേഹം ഷിർക്കിന്റെ ആരാധകനോ അല്ലെങ്കിൽ ബിംബത്തിന്റെ ആരാധകനോ മുശ്രിക്കോ അല്ല. അത് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ കൃത്യമായി മനസ്സിലാകും. ഈ പറഞ്ഞ സംഭവവും ഈ ബൈത്തിന്റെ വരികളും ലോക പ്രശസ്തമായ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും, ഈ വിഷയം സംസാരിച്ച എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്. എൻ്റെ അടുക്കൽ തന്നെ ഞാൻ തന്നെ 10ഓളം കിതാബുകളിൽ ഈ വിഷയം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഉറപ്പുള്ള വിഷയമാണ്. ഇങ്ങനെ പറ്റോ ഇല്ലേ എന്നുള്ളതാണ് മറ്റൊരു സംശയമെങ്കിൽ അതിന് തെളിവ് പരിശുദ്ധ ഖുർആനിലും ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആയത്തും ഓതിയത്. ഏതായാലും ഹക്ക് മനസ്സിലാക്കി ഹക്കിന്റെ പ്രചാരകരാവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചവർക്കൊക്കെ അല്ലാഹു തആല ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.